ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എത്തിയിരിക്കുന്ന ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. പനീർ ബിരിയാണി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ ഡിലേ ആവുന്നതിന് കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാനും ഡിലേ ആവുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഒക്കെ ഒന്ന് ഓക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കുന്ന ഞാനിവിടെ 4 ഗ്ലാസ്സോളം ജീരകശാലയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ നമുക്കിനി 2 സവാള കട്ട് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പനീർ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ശേഷം നമുക്ക് അരി ഒന്ന് കുതിർത്തിയതിന് ശേഷം ഒന്ന് ഊറ്റി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും നമുക്കതിലേക്ക് ഇനി പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ് എല്ലാം ഇട്ട് കൊടുക്കാം. ജസ്റ്റ് നമുക്കൊന്നൊന്ന് ചൂടാക്കി എടുക്കണം. ശേഷം നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അത് വഴറ്റണം. സവാള നന്നായി വഴറ്റിയെടുക്കണം. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിനി നമ്മുടെ പനീറിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി ചേർത്തിട്ടൊന്ന് 10 മിനിറ്റ് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് പൊടിയുടെ എല്ലാ പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വരണം. ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതേസമയം ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക്